നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. MP വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാ സംഗമവും മേപ്പയ്യൂർ വിളയാട്ടൂരിൽ സംഘടിപ്പിച്ചു. MLA PK പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ കേന്ദ്രമന്ത്രിയും സാഹിത്യകാരനുമായിരുന്ന MP വീരേന്ദ്രകുമാർ കാലം കരുതിവെച്ച പോരാളിയായിരുന്നുവെന്ന് RJD നിയമസഭാ കക്ഷി നേതാവ് PK പ്രവീൺ ML പറഞ്ഞു. നമ്മുടെ പ്രകൃതിയെയും പുഴകളെയും സംരക്ഷിക്കാൻ എന്നും കലഹിച്ച വീരേന്ദ്രകുമാർ കേരളത്തിന്റെ വനം മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ഉത്തരവ് പുറപ്പെടുവിച്ചത് നമ്മുടെ വനത്തിൽ നിന്നും ഒരു മരം പോലും മുറിക്കുവാൻ പാടില്ല എന്നായിരുന്നു. അതിന്റെ പേരിൽ 48 മണിക്കൂറിനകം മന്ത്രിസ്ഥാനം രാജിവെച്ച വീരേന്ദ്രകുമാർ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റി മേപ്പയൂർ വിളയാട്ടൂരിൽ സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠന കേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ മോഹനൻ ചേനോളി മുഖ്യപ്രഭാഷണം നടത്തി. ആമസോണും ചില വ്യാകുലതകളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി മാത്രമല്ല എന്നും എല്ലാ ലോകത്തിലുള്ള മണ്ണിൽ നമുക്ക് പ്രധാനമാണ് എന്നും അവയ്ക്കൊക്കെ സംഭവിക്കുന്ന കേടുപാടുകൾ, കോട്ടങ്ങൾ, ഈകഴ്ചകൾ അതൊക്കെ നമ്മളെയും കൂടിയാണ് ബാധിക്കുക എന്നുള്ള ഒരു വലിയ പാരിസ്ഥിതിക ബോധം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് എന്ന് പറയുന്ന പുസ്തകം. എന്തായാലും കാരണം എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന്റെ അകത്ത് വിവേകാനന്ദനെ കുറിച്ച് പറയുന്ന അതേ പ്രാധാന്യത്തോടെ വിവേകാനന്ദന്റെ കുടുംബത്തെ കുറിച്ച്, ജ്യേഷ്ഠനായ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ആധികാരികമായി പറയുന്ന ഒരു പുസ്തകം കൂടിയാണത്. നാം മനസ്സിലൂടെ മന്ത്രിസ്ഥാനം രാജിവെട്ടി പോകേണ്ടി വന്ന ആളാണ് അദ്ദേഹം. വെറും 48 മണിക്കൂർ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓർഡർ, വനത്തിനുള്ളതാണ്, വനത്തിലെ മരങ്ങൾ മുറിക്കാൻ പാടില്ല. വനത്തിലെ മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നോവും, ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് വനവിഭവങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഇടപെട്ട് അതിനെയൊക്കെ വലിയ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ആളുകൾക്കെല്ലാം പൊള്ളും. ആ പൊള്ളൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടും അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ചിലപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ധൈര്യപ്പെട്ട ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ MP വീരേന്ദ്രകുമാർ മാത്രമാണ്. തമാശക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇലക്ഷനിൽ MP ആയി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത്, രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഞാനങ്ങ് തോറ്റുപോയാലും കുഴപ്പമൊന്നുമില്ല, എന്റെ പേരിന്റെ കൂടെ എപ്പോഴും ഒരു MP ഉണ്ടാവുമല്ലോ എന്ന്. MP വീരേന്ദ്രകുമാർ അങ്ങനെ നർമ്മത്തോടെ എല്ലാ കാര്യങ്ങളെയും, ആധികാരികതയോടെയും നർമ്മത്തോടെയും എല്ലാ കാര്യങ്ങളെയും കാണാൻ കഴിയുന്ന ഒരു വലിയ മനീഷിയായിരുന്നു വീരേന്ദ്രകുമാർ. മാതൃഭൂമി എന്ന് പറയുന്ന മാതൃഭൂമി പത്രം പ്രത്യേകിച്ച് മലബാറുകാർക്കൊക്കെ വലിയൊരു വികാരമാണ്. ഒരിടക്കാലത്ത് അത് വല്ലാണ്ട് ദയനീയാവസ്ഥയിലായി പോയ സമയത്ത് പുസ്തകക്കെട്ടുകൾ ഉണ്ടായിരുന്ന മാതൃഭൂമി ബുക്സിനെ ഇന്ന് നാം കാണുന്ന ആധികാരികമായ പുസ്തക പ്രസിദ്ധീകരണ ശാലയാക്കിയതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് ഒരു തരത്തിലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത്ര ആധികാരികമായും അത്ര പ്രൗഢമായും അത്ര ഗൗരവം കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ സ്തംഭിച്ചു നിന്നുപോകും. നേരത്തെ NK വത്സൻ, K ലോഹ്യ, JN പ്രേംഭാസിൻ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, അഷറഫ് വള്ളോട്ട്, മധു മാവുള്ളാട്ടിൽ, നിഷാദ് പൊന്നങ്ങണ്ടി, AM കുഞ്ഞികൃഷ്ണൻ, സുരേഷ് ഓടയിൽ, NP ബിജു, ശശി ടി കക്കറമുക്ക്, NC ബിജു, NM ദിലിത്ത്, ജസ്ല കൊമ്മിലേരി, C വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.